ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ്. അഫ്ഗാനിസ്ഥാൻ ടീമിൽ മികച്ച താരങ്ങളുണ്ട്. റാഷിദ് ഖാൻ, നബി, കുർബാസ് അടക്കം എല്ലാവരും മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാൻ രാജ്യം ക്രിക്കറ്റ് വിലക്കാൻ തീരുമാനമെടുക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ വനിതാ ക്രിക്കറ്റ് താലിബാൻ നിർത്തിയിരുന്നു. അതിനുശേഷം അവിടുത്തെ പെൺപടകൾ മറ്റു രാജ്യത്തേക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോവുകയും ചെയ്തു. ഇപ്പോഴിതാ മെൻസ് ടീമിനും അതേ അവസ്ഥ വന്നിരിക്കുകയാണ്. ക്രിക്കറ്റ് കളിക്കുന്നത് വലിയ തെറ്റാണെന്നാണ് അവരുടെ വാദം. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രിക്കറ്റ് വിലക്കുന്നത്. നേരത്തെ വുമൺസ് ടീമിനെതിരെ വിലക്ക് വന്നപ്പോൾ ICC ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. അഫ്ഗാനിസ്ഥാൻ രാജ്യത്ത് നിന്ന് ക്രിക്കറ്റ് വിലക്കിയാൽ റാഷിദ് ഖാൻ ഏത് ടീമിലേക്കായിരിക്കും ചേക്കേറുന്നത്? റാഷിദ് ഖാനെ ഇന്ത്യൻ ടീമിൽ ചേരണമെന്നാണ് ആഗ്രഹം. റാഷിദിന് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഇന്ത്യയിലാണ്. റാഷിദ് ഖാൻ ഇന്ത്യൻ ടീമിലെത്തിയാൽ പിന്നെ ഇന്ത്യൻ ടീമിനെ പിടിച്ചാൽ കിട്ടില്ല. അത്രയ്ക്കും മികച്ച ബൗളറാണ് റാഷിദ് ഖാൻ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ക്രിക്കറ്റ് പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കാനാണ് അവരുടെ പദ്ധതി. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യൻ ടീം തോറ്റിട്ടുണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്ക സെക്കൻഡ് ലാസ്റ്റ് ഓവറിലാണ് കളി ജയിച്ചത്. ഇന്ത്യ കുറച്ചും കൂടി നന്നായി കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യക്ക് ജയിക്കാമായിരുന്നു. 7 വിക്കറ്റ് ഇന്ത്യ നേടി, എന്നിട്ടും കളി തോറ്റു. സൂര്യകുമാറിന്റെ ക്യാപ്റ്റൻസി മോശമാണെന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴിതാ അടുത്ത T20യിൽ സൂര്യകുമാറിനെ റെസ്റ്റ് കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ ടീം. സൂര്യയ്ക്ക് പകരം സഞ്ജുവിനെ ടീമിന്റെ ക്യാപ്റ്റനാക്കാനും സാധ്യതയുണ്ട്. സഞ്ജു മികച്ച ഒരു ക്യാപ്റ്റനാണ്. ഹാർദിക് പാണ്ഡ്യ ഇനി T20 ടീമിന്റെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ സഞ്ജുവിനായിരിക്കും നറുക്ക് വീഴുന്നത്. ഒരുപക്ഷെ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻസി കിട്ടിയാൽ സഞ്ജു തകർത്ത് വാരുമെന്നത് ഉറപ്പാണ്. രാജസ്ഥാൻ റോയൽസിനെതിരെ മികച്ച ക്യാപ്റ്റൻസി സഞ്ജുവിനുണ്ട്. ഒരുപക്ഷെ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ സഞ്ജുവിനെ ക്യാപ്റ്റനാകാൻ നറുക്ക് വീണേക്കും. നിലവിൽ രണ്ട് ടീമുകളും 1-1 പരമ്പരയിൽ ഒപ്പമാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.